അള്ളാഹു ഇത്രയും വലിയ ശരിയാണല്ലോ. വിശുദ്ധ ഖുർആനിലുള്ള നമ്മുടെ വിശ്വാസം ശരിയാണെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ ഉസ്താദുമാരോടോ പണ്ഡിത വിദ്യാർത്ഥികളോടോ അല്ല, സാധാരണക്കാരെന്ന് പറയുന്നത് ചെറുതാക്കാനുമല്ല. സാധാരണക്കാർക്ക് ചിലപ്പോൾ പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്നവരെക്കാളും ഇൽമുണ്ടാകും. എങ്കിലും പൊതുവെ പഠിക്കാൻ അവസരം കുറവായിരിക്കുമല്ലോ, അവരോട് സൂചിപ്പിക്കട്ടെ, എന്തെങ്കിലും നമ്മളും അറിഞ്ഞിരിക്കൽ പൊതുവെ നിർബന്ധമാണ്. ഈ കാലഘട്ടത്തിൽ എന്തായാലും നിർബന്ധമാണ്. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. 2025 പ്രസക്തമായത് ഞാൻ പറയുന്നുള്ളൂ, 100 കണക്കിനുള്ളതിൽ ഒന്ന്. ഇപ്പൊ നമുക്ക് ഈജിപ്തിനെ കുറിച്ച് അറിയാം. ഞാൻ വരേണ്ട ചർച്ചയിലേക്ക് മടങ്ങുകയല്ല, പെട്ടെന്ന് തിരിച്ചു വരാം. ടൂറ് പോകുന്നുണ്ടല്ലോ ആൾക്കാർ. അവിടെയുള്ളതിൻ്റെ പ്രത്യേകത എന്താ? പിരമിഡുകൾ. ആ പിരമിഡൊക്കെ ചിലപ്പോൾ കാലപ്പഴക്കം കൊണ്ട് നശിക്കും, നുരുമ്പും അതിൽ നിന്ന് പലതും പുറത്തു വരും. അപ്പോൾ പഴയ കാലത്ത് ഈജിപ്ത് ഭരിച്ച രാജാക്കന്മാരുടെ അല്ലെങ്കിൽ അരിസ്റ്റോക്രാറ്റിക് ഫാമിലീസ്, രാജകുടുംബത്തിൻ്റെ ആൾക്കാരുടെ ഡെഡ് ബോഡീസ് ഉപയോഗിച്ച ഓർണമെന്റ്സ്, വസ്ത്രങ്ങൾ, അതൊക്കെ അടക്കം ചെയ്ത ബോക്സാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേക്കാർക്കൊരു രീതിയുണ്ട്, അവരുടെ ഒരു പരിപാടി എന്താ? ആ താളിയോലയിൽ എഴുതപ്പെട്ട ലിപി ഇന്നത്തെ ഭാഷയിലേക്ക് മാറ്റുക. നേരത്തെ ഇവിടെ നേഗസ് രാജാവിൻ്റെ ഭാഷ പറഞ്ഞല്ലോ ബുഖാരി ഉസ്താദ്. അന്നത്തെ ഈജിപ്തിലെ ഭാഷ ഹീറോഗ്ലിഫിക് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ചതുരം, വൃത്തം, ത്രികോണം, നുക്കൂഷുകളാണ്. അതിനെ അറബിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഹീറോഗ്ലിഫിക്കിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ വലിയ സാഹസമുള്ള ജോലിയാണ്. അങ്ങനെ മാറ്റാൻ കഴിയുന്നതൊക്കെ ക്രോഡീകരിക്കുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട്, സൈറ്റുകളുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പിരമിഡ് അട്രൻസ് എന്ന് മാത്രം ടൈപ്പ് ചെയ്താലും ലിങ്ക് ഒരുപാട് സൈറ്റുകളിലേക്ക് പോകും. കൂട്ടത്തിൽ നോക്കൂ, പിരമിഡ് അട്രൻസ് 1365 വേഴ്സ് നമ്പർ 553. ആ അക്കത്തിൽ നേരിയ മാറ്റമുണ്ട്. അതിൻ്റെ PDF-ഉം സൈറ്റ് ലിങ്കൊക്കെ ഇവിടെ ഉണ്ട്. അതെന്താണെന്നറിയോ? അത് the sky will weep for thee, the earth will tremble for thee, the most awaited one. ഇതാണ്. എന്താ അതിൽ ഇത്ര വലിയ അത്ഭുതം? അത് പറയുന്നത് ഈജിപ്ത് ഭരിച്ചിരുന്ന രാജാക്കന്മാരെ കാലഘട്ടം, അതിൽ പെട്ട രാജാവാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായിരുന്ന നമ്മൾ ഫിർഔൻ എന്ന് പറയുന്ന ഫറോഹ റംസീസ് II ഓസിമാൻഡിയോസ്. ഇസ്ലാമിന്റെ വലിയ എതിരാളിയാണ്, ഭൗതികവാദിയാണ്, നിരീശ്വരവാദിയാണ്. ഇന്നത്തെ നിരീശ്വരവാദത്തിന്റെ ഒന്നാമത്തെ കൾട്ട് ഫിഗറാണ് ഫിർഔൻ. അദ്ദേഹം ആൾ ദൈവതം ചമഞ്ഞു എന്ന് പറയുന്നതിന്റെ താല്പര്യം മൂസ അലൈഹിസ്സലാം പരിചയപ്പെടുത്തുന്ന കാണാത്ത അഭൗതികനായ ദൈവം എന്തിനാ, കാണുന്ന ഞാനുണ്ടല്ലോ എന്ന വാദമാണ്. മെറ്റീരിയലിസ്റ്റ് ദൈവമായിരുന്നു ഫിർഔൻ. ദൈവം ഗോഡ് ഈസ് ഡെഡ് എന്ന ആധുനിക നാസ്തികനായ ഫ്രെഡറിക് നീഷ പറയുന്നതിന്റെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മാത്ത റബ്ബ് മൂസ, ദൈവം മരിച്ചു എന്ന് ആദ്യമായി പറഞ്ഞ മനുഷ്യനാണ് ഈ ഫിർഔൻ. ആ ഫിർഔനോട് കൊട്ടാര കവികൾ പറഞ്ഞ ഡയലോഗാണ് അല്ലെങ്കിൽ ശ്ലോകമാണ് ഈ താളിയോലയിൽ വായിക്കപ്പെട്ടത്. 2017 പോൾ റാവറ്റയാണ് വായിച്ചത്. എന്താ വായിച്ചത്? ഈ ഫിർഔനോട് കൊട്ടാര കവികൾ പറഞ്ഞു, നിങ്ങളൊക്കെ വലിയ ആളല്ലേ, ഞാൻ മനസ്സിലാവുന്ന രൂപത്തിലാണ് പറയുന്നത്, നിങ്ങളൊക്കെ വലിയ മഹാനല്ലേ, നിങ്ങളൊക്കെ മരിച്ചാൽ ഞങ്ങളൊക്കെ മരിച്ചാലുള്ളത് പോലെയാണോ? ആകാശമൊക്കെ കരയില്ലേ? നിങ്ങൾ മരിച്ചാൽ ആകാശം കരയും, നിങ്ങൾ മരിച്ചാൽ ഭൂമി കരഞ്ഞു വറക്കും. താങ്കളൊക്കെ മരണപ്പെട്ടാൽ താങ്കളുടെ ജനങ്ങൾ കാത്തിരിക്കും തിരിച്ചു വരാൻ. അത്രയും വലിയ ആളല്ലേ? കാരണം രാജാക്കന്മാരെ മുഖസ്തുതി പറഞ്ഞ് പട്ടും പവിഴയും പാലടയും പാരിതോഷികവും ഒക്കെയായി മടങ്ങിപ്പോകുന്ന പതിവന്നുണ്ട്. ഇന്ന് വേറെ രൂപത്തിൽ മുഖസ്തുതി പറഞ്ഞ് കാര്യം നേടുന്ന പോലെ. അതാണിപ്പോ ആ ശ്ലോകത്തിലുള്ളത്. നോക്കൂ, ഈ പിരമിഡ് തകർന്നിട്ട് താളിയോല ഇംഗ്ലീഷിലേക്ക് പോൾ റാവറ്റ വായിക്കുന്നത് 2017 ഇതൊന്നും അറിയാതെ മക്കയിലേക്ക് ഖുർആനുമായി വന്ന് മദീനയിലേക്ക് വന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എന്നിട്ട് ഫിർഔന്റെ പതനം വിശദീകരിക്കുന്ന ഭാഗത്ത് സൂറത്തു ദുഖാൻ
വത്രുക്കിൽ ബഹ്റ റഹ്വാ ഇന്നഹും ജുന്ദും മുഗ്റഖൂൻ കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ കദാലിക വൗറസ്നാഹാ ഖൗമൻ ആഖരീൻ. അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് വാക്ക് എന്തായത്? ഇത് അണ്ടർലൈൻ ചെയ്യേണ്ട ആയത്താണ്. എന്തേ കവികൾ ഫിർഔനോട് പറഞ്ഞത്? താങ്കൾ മരിച്ചാൽ ദ സ്കൈ വിൽ ബി ഫോർ ദീ, ആകാശം താങ്കൾക്ക് വേണ്ടി കണ്ണീർ വാർക്കും. ദ സ്കൈ വിൽ വീപ്പ് ഫോർ ദീ. ഇംഗ്ലീഷ് എന്നേക്കാൾ നിങ്ങൾക്കറിയല്ലോ പലർക്കും. ദീ എന്ന് പറഞ്ഞാൽ യു എന്നാണ് പഴയ ഇംഗ്ലീഷിൽ. ദ എർത്ത് വിൽ ട്രിംബിൾ, വർക്കും, ഷിവർ ഫോർ ദീ, ദ മോസ്റ്റ് അവൈറ്റഡ് വൺ. ഖുർആൻ പറയുകയാണ്, ഫമാ ബകത അലൈഹിമുസ് സമാഉ വൽ അർള് ഫമാ കാനൂ മുൻദരീൻ. ഫമാ ബകത അലൈഹിമുസ് സമാ. ഫിർഔനും സംഘവും മരിച്ചതിനെ ചൊല്ലി ആകാശം കരഞ്ഞില്ല. ഒരു വാക്ക് എൻ്റെ വകയില്ലേ. ഫമാ ബകത് അലൈഹിം, അവരെ ചൊല്ലി വിലപിച്ചില്ല. അസ്സമാ, ആകാശം. വൽ അർളു, അവരെ ചൊല്ലി വിലപിച്ചില്ല ഭൂമിയും. വമാ കാനൂ മുൻദരീൻ. രണ്ട് തഫ്സീറാണ്. ഒന്ന്, മരണം വന്നപ്പോൾ സാവകാശം ചെയ്ത് കൊടുക്കപ്പെട്ടില്ല, പിന്തിപ്പിക്കപ്പെട്ടില്ല, അപ്പൊ തന്നെ വെള്ളം മൂടി. മറ്റൊരു വ്യാഖ്യാനം വമാ കാനൂ മുൻദരീൻ, അവർ കാത്തിരിക്കപ്പെട്ടില്ല. വലിയ ആൾക്കാർ മരണപ്പെട്ടാൽ ദൈവത്തോട് സംസാരിച്ചിട്ട് കുറെ കാലം കഴിഞ്ഞാൽ തിരിച്ചു വരുന്നായിരുന്നു ഈജിപ്തൻ പഴയ വിശ്വാസം. അതിനാണ് മമ്മിയിലാക്കിയത്, അല്ല ബോക്സിലാക്കിയത്. പക്ഷെ ഖുർആൻ പറയുന്നു വമാ കാനൂ മുൻദരീൻ, ഒരു ഈച്ചയാലും പൂച്ചയാലും പോലും ഫിർഔൻ കാത്തിരിക്കപ്പെട്ടില്ല. 2017 ലോകം ഇംഗ്ലീഷിലേക്ക് മാറ്റിയ ഈ ശ്ലോകം ക്രിസ്തബ്ദം 610ന്റെയും 32ന്റെയും ഇടയിൽ എങ്ങനെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വായിച്ചത്? ബാക്കിയൊക്കെ പോട്ടെ, വിശ്വസിക്കണ്ട. ന്യൂട്രലായി ഒരു പഠനം നടത്തണ്ട. ഏറ്റവും ചുരുങ്ങിയത് പൊരുളുണ്ട് ഖുർആനിൽ. ഖുർആനിൽ മാത്രമല്ല, പൂർണ്ണത അല്ലാഹു റസൂൽ രണ്ടും നമ്മുടേതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും കൂടി നോക്ക്. ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ ഒരാൾക്കും എതിരഭിപ്രായമില്ലാത്തൊരു വിഷയം എന്ന് പറയാൻ പറഞ്ഞാൽ എന്താ പറയാ? മതമുള്ളവനും ഇല്ലാത്തവനും ആർക്കും. എൻ്റെ അഭിപ്രായത്തിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ജനിച്ചാ മരിക്കും, അത് പിന്നെ പ്രസംഗിക്കണ്ടല്ലോ. രണ്ടാമത്തെ എന്തായിരിക്കും? സമയത്തിന് ഭയങ്കര വേഗതയാണ്. ഞങ്ങളുടെ നാട്ടിലെ ഭാഷ പറഞ്ഞാൽ എന്തൊരു വേഗത്തിലാണ് റബ്ബേ സമയം പോകുന്നതെന്ന് പറയും ഞങ്ങൾ. ഇതെത്ര പെട്ടെന്ന് രാവും പകലുമാകുന്നത്, ആഴ്ചകൾ, മാസങ്ങൾ, കൊല്ലങ്ങൾ പോകുന്നത്. +2 SSLC ഡിഗ്രി പഴയ ബാച്ചിന്റെ ഗെറ്റ് ടുഗദർ വരുമ്പോൾ കുട്ടികളെ ഷെയർ ചെയ്യുന്നു, 5 കൊല്ലായി, 10 കൊല്ലായി. ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പിൽ കുഞ്ഞുങ്ങളുടെ സ്റ്റാറ്റസ്, ബർത്ത്ഡേ സ്റ്റാറ്റസ് കാണുമ്പോൾ, പോസ്റ്റ് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നു, 5ാം ബർത്ത്ഡേ, 10ാം ബർത്ത്ഡേ, എത്ര പെട്ടെന്നാ, കഴിഞ്ഞ കൊല്ലല്ലേ പ്രസവിച്ചത് ഈ കുട്ടിയെ, 5 വയസ്സായോ? അല്ല, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഓർക്കുന്നുണ്ടോ? ചിലപ്പോ വൈഫ് നമ്മളോട് ചോദിക്കും, നമ്മുടെ ഓട്ടപ്പാസലിന്റെ ധൃതിയിൽ ചിലപ്പോൾ മറന്നുപോകും. നമ്മളിങ്ങനെ ചിന്തിക്കും, ഇന്നത്തെ കുരിശെന്താ റബ്ബേ, എന്തിലേക്കാണ് ഇവളെ സൂചിപ്പിക്കുന്നത്? എന്തെങ്കിലും പറഞ്ഞ് തെറ്റണ്ട, തൽക്കാലം തോറ്റു കൊടുക്കും എന്ന് പറയൂ. ഓർമ്മയില്ലല്ലേ? ആയിക്കോട്ടെ. ഇന്നാണ് മനുഷ്യ നമ്മുടെ ഇത്രാം വെഡിങ് ആനിവേഴ്സറി. 15 കൊല്ലായില്ലേ, 20 കൊല്ലായില്ലേ, 25 കൊല്ലായില്ലേ? ഗൾഫിൽ ഒന്നിച്ച് മുറിയിൽ പാർത്തതാ, പിന്നെ നാട്ടിൽ നിന്ന് കണ്ടു, ഷെയർ ചെയ്തു. എന്താ, 20 കൊല്ലായി നമ്മൾ ഒന്നിച്ച് ദുബായിൽ കണ്ടിട്ട്, 25ആയി ബഹ്റൈന് കണ്ടിട്ട്. ഞാൻ വിശദീകരിക്കുകയല്ല, ഐസലി എന്ന പോലെ പോകുന്നു, ഉപ്പടി എന്ന പോലെ പോകുന്നു. പങ്ക് കറങ്ങുന്നതിനേക്കാളും സമയത്തിന്റെ വേഗത പോകുന്നു. ഇതൊരു കവിഭാവനയല്ല, സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ഫഖർ പറയല്ല, ആ ഒരു ഏരിയയിൽ ഞാനും ചെറുതായി പഠിക്കുന്നുണ്ട്, ആസ്ട്രോണമി, ജോഗ്രഫിയിലെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ചൂടേറിയ ആസ്ട്രോണമിക്കൽ ചർച്ച ഈ സമയത്തിന്റെ വേഗത എന്തുകൊണ്ടാന്നുള്ളതാണ്. ഇപ്പൊ ഒരു സഭയെ പറയാൻ പറ്റാത്ത കൺക്ലൂഷനൊക്കെയാണ് നിലവിൽ സയൻസ് പറയുന്നത്. ഒരാർക്ക് സെക്കൻഡ് ഭൂമിന്റെ വേഗത കൂടിയിട്ട്
ഒരാർക്ക് സെക്കൻഡ് ഒരു സെക്കൻഡിനെ കുറേ പീസാക്കിയാൽ അതിലൊരു കഷ്ണത്തിന്റെ പേരാണ്. അതുകൊണ്ടൊന്നുമല്ല ഇത്. ലോകത്തെ ഏതെങ്കിലും ഒരു സയൻസിന്റെ, തത്വശാസ്ത്രത്തിന്റെ, മതത്തിന്റെ, സാഹിത്യത്തിന്റെ ഒക്കെ ഭാവനയിൽ ഇങ്ങനൊരു വിഷയം പറയുന്നുണ്ടോ? സമയം ഇങ്ങനെ പോവാണ്. ഞാൻ ചുരുക്കട്ടെ, സയന്റിഫിക് ഫിക്ഷൻസ് ഒക്കെ ഇന്ന് ഇറങ്ങുന്നുണ്ടല്ലോ. എങ്ങനെ ഭൂതകാലത്തിലേക്ക് പോകാം, ഭാവി കാലത്തിലേക്ക് പോകാം, മരിച്ചവരെ കണ്ടുമുട്ടാം. ടൈം വീൽ കൺസെപ്റ്റുകൾ വെച്ച് സിനിമ വരുന്നു, നോവൽ വരുന്നു, പലതും വരുന്നു. എന്നിട്ടും ഇത് പറഞ്ഞില്ല. ഒരാളെ പറഞ്ഞുള്ളൂ, സയഅതി സമാനുൻ അലന്നാസ്. മനുഷ്യരെ, നിങ്ങളൊരു അനുഭവം കാണാനിരിക്കുന്നു. എന്താണ് ആ അനുഭവം? ഒരു കാലം വരുന്നുണ്ട്, യതകാറബു ഫീഹി സമാൻ. ആ കാലഘട്ടത്തിൽ സമയങ്ങൾ പരസ്പരം അടുത്തടുത്ത് വരും. ഫതകൂനു സനതു കശഹർ. ഒരു കൊല്ലം ഒരു മാസം പോലെയും, യകൂനു ശഹ്റു കൽ ജുമുഅ. ഒരു മാസം ഒരാഴ്ച പോലെയും, ഫതകൂനുൽ ജുമുഅതു കൽ യൗം. ഒരാഴ്ച ഒരു ദിവസം പോലെയും, യകൂനുൽ യൗമു കസ്സാഅ. ദിവസം മണിക്കൂർ പോലെയും, ഫതകൂനു സ്സാഅതു കതർഫത്തിൽ ഐൻ. മണിക്കൂർ കണ്ണ് ചിമ്മി തുറക്കുന്ന അത്രയും ചെടുതിയും കടന്നു പോകുമെന്ന് സാദിഖുൽ വഅദുൽ അമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ കാലം പോയി നമ്മൾ തലവെച്ച് തോൽക്കണ്ടേ? എന്താ ഈ പറഞ്ഞത്? ഇതെങ്ങനെ പറയാൻ കഴിയുന്നത്? ഇത് മ്യൂസിയത്തിലെ ഹദീസല്ല, ഫോണിലെ വാട്സാപ്പിലെ ഹദീസാ. ഇന്നും നിങ്ങൾ ഈ ഹദീസിന്റെ സാക്ഷാത്കാരമായി നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മളൊരു വോയിസ് കേൾക്കുമ്പോൾ ഇപ്പോഴെങ്ങനെയാ കേൾക്കുന്നത്? നോർമൽ സ്പീഡിൽ ആരും കേൾക്കില്ല. 1.5 ആക്കിയിട്ടാണ്, അല്ലെ ഇൻറ്റു 2 2x എന്നൊക്കെ പറയാലോ. ഡബിൾ സ്പീഡിലാണ് കേൾക്കുന്നത്. കേൾക്കാൻ നേരെയില്ല. 1 മിനിറ്റ് കൊണ്ട് കേട്ടിരുന്നത് ഇന്ന് അര മിനിറ്റ് കൊണ്ടും 1/4 മിനിറ്റ് കൊണ്ടും കേൾക്കുന്നു. യൂട്യൂബിലേക്ക് പോയി പ്ലേ ചെയ്യുന്ന വീഡിയോക്ക് നോർമൽ സ്പീഡ്. നമുക്ക് സമയം ലാഭിക്കണം. അവര് ഓപ്ഷൻ കൊടുത്തു, പ്ലേ സ്പീഡ് നോർമൽ 1.25, 1.05, 1.75 ഇൻറ്റു 2 ഇരട്ടി സ്പീഡ്. 1 മണിക്കൂർ കൊണ്ട് കേൾക്കാൻ പറ്റുന്നത് അരമണിക്കൂർ കൊണ്ട്. നടാനുള്ള തെങ്ങ് തൈക്കും വാഴത്തൈക്കും വേണ്ടി നഴ്സറിയിൽ പോയി. എന്താ നഴ്സറിക്കാരൻ പറയുന്നത്? ഈ തെങ്ങെടുത്തോളൂ, 3 കൊല്ലം കൊണ്ട് തേങ്ങ കായ്ക്കും. 12 കൊല്ലം കായ്ക്കേണ്ടത് 3 കൊല്ലം കൊണ്ട് കിട്ടും. ഈ വാഴയെടുത്തോളൂ, 3 മാസം കൊണ്ട് കൊലകൊത്താം, കായ കൊത്താം. 1 കൊല്ലം കൊണ്ട് കായ്ക്കുന്നത് 3 മാസം കൊണ്ട്. ഈ കോഴ്സ് പഠിച്ചോളൂ, വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മേധാവി. മറ്റേത് നിങ്ങൾ 12 കൊല്ലം കയ്യിലും കുത്തി നടക്കണം. ഇത് 2 കൊല്ലം കൊണ്ട് പ്ലേസ്മെന്റ് ഓഫർ. UK-യിൽ, ബ്രിട്ടനിൽ, കാനഡയിൽ, അമേരിക്കയിൽ ഇങ്ങോട്ടേക്ക് വന്നോളൂ. ബാങ്ക് മാനേജറിന്റെ വക നിങ്ങളുടെ ഇൻവെസ്റ്റ് ഇവിടെ ചെയ്തോളൂ. 2 വർഷം കൊണ്ട് നിങ്ങൾക്കുമാകാം കോടിപതി. എവിടെയും ടൈം സ്പീഡിൽ പോവുകയാണ്, അതിവേഗതയിൽ പോവുകയാണ്. 3 പെരുന്നാളുകൾക്ക് മാത്രം ഷോപ്പിംഗ്, 2 പെരുന്നാളുകൾക്ക് മാത്രം ഷോപ്പിംഗ് നടത്തിയ നമ്മൾ ആഴ്ചതോറും ഷോപ്പിംഗ്. എന്തേ അതിന്റെ പരോക്ഷാർത്ഥം? 20 കൊല്ലം കൊണ്ട് എടുക്കേണ്ട ഡ്രസ്സ് 2 കൊല്ലം കൊണ്ട് എടുക്കുന്നു. 2 കൊല്ലം കൊണ്ട് തിന്നേണ്ട ഭക്ഷണം 2 മാസം കൊണ്ട് കഴിക്കുന്നു. ഞാൻ ചുരുക്കുന്നു, എല്ലാം ഡബിൾ സ്പീഡിൽ. ഞാൻ നേരത്തെ പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, യുവാൽ നവാഹു ഹരാരിയൊക്കെ മുന്നോട്ട് വെക്കുന്ന കൺസെപ്റ്റാണ്. വെറുതെ വായ്ത്താളം വിളിച്ച് പറയുകയല്ല. ബ്രെയിനിൽ ചിപ്പ് ഘടിപ്പിക്കപ്പെടുന്ന ഒരു കാലം വന്നാൽ 10 ഇരട്ടി വേഗതയിലും അതിലേറെയും വേഗതയിൽ നമുക്ക് കാര്യങ്ങൾ കാണാനും കേൾക്കാനും കഴിയും. അത് വന്നാലും ഈ ഹദീസിന്റെ തട്ട് മേലെ വരും. യതകാറബു ഫീഹി സമാൻ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സയൻസും കാര്യങ്ങളും മുന്നോട്ട് പോവുക എന്നുള്ളത് നമുക്ക് അനുകൂലമാണ്. സയൻസിന്റെ കാലം എന്ന് പറഞ്ഞാൽ ബേജാറാകണ്ട. സയൻസ് എത്ര മുന്നോട്ട് പോകുന്നുവോ നമുക്ക് അനുകൂലമാണ്. പണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ തീയിലിട്ട് കരിഞ്ഞില്ല. അത് സ്കൂളിൽ പറയാൻ പാടില്ലായിരുന്നു. ടീച്ചർ ചിരിക്കുമായിരുന്നു. ഇൻഫീരിയറിറ്റിയാണ്. നൂഹ് അലൈഹിസ്സലാം അടുപ്പെന്ന് ചപ്പാത്തി ഇടുമ്പോഴാണ് തൂഫാൻ എന്ന വെള്ളം പൊട്ടിയത്. ഇത് സ്കൂളിൽ പറയാൻ പാടില്ലായിരുന്നു. നാണക്കേടായിരുന്നു. കാരണം എന്ന കാര്യകാരണം എന്ന നിർബന്ധമാണ്. കോസാൻ എഫക്ഷൻ നിർബന്ധമാണ്. കോസാലിറ്റി നിർബന്ധമാണ്. 100 ഡിഗ്രി വെള്ളം, 100 ഡിഗ്രി ചൂടായാൽ പച്ചവെള്ളം തിളച്ചിരിക്കണം. ആപ്പിൾ താഴേക്ക് തന്നെ വീണിരിക്കണം. ഇതാണ് അന്നത്തെ നിയമം. പക്ഷെ ക്വാണ്ടം ഫിസിക്സ് വന്നു. എന്താ പറയുന്നത്?
അടുപ്പിൽ നിന്ന് വെള്ളവും വരാം, തീയും വരാം, വരാതിരിക്കാം, എന്തുമാകാം. തീയിൽ വീണാലും കരിയിൽ നിർബന്ധമല്ല, കരിയാം കരിയാതിരിക്കാം. ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു കാല് ഫലസ്തീനിലും മറ്റേ കാല് മക്കത്തും വെച്ചു. ത്വയ്യുൽ അർള് മുഅ്ജിസത്താണ്. ഒരു കാല് ഫലസ്തീനിലും മറ്റേ കാല് മക്കത്തും. ആകാം. ഈ സെക്കൻഡിൽ ഒരു വ്യക്തി ഇവിടെ കാണുകയാണെങ്കിൽ ഇതേ സെക്കൻഡിൽ തന്നെ, അടുത്ത സെക്കൻഡിലല്ല, ഇതേ സെക്കൻഡിൽ തന്നെ അതേ വ്യക്തി എവിടെയും കാണാം. ഇതാണ് ഇന്നത്തെ ഫിസിക്സ്. ഫിസിക്സ് ഭൗതിക ശാസ്ത്രമാണ്. യാഥാർത്ഥ്യങ്ങൾ പഠിക്കുകയാണ്. ആ യാഥാർത്ഥ്യങ്ങളുടെ യാഥാർത്ഥ്യം അള്ളാഹു സ്ഥാപിച്ച മഹായാഥാർത്ഥ്യമായിരിക്കും. ഞാൻ ചുരുക്കുന്നു. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഊഴത്തിലേക്കുള്ള 1-2 സൂചന. ഇനി പ്രസംഗിക്കുന്നില്ല ഈ വിഷയത്തിലേക്ക്. ഈ കാലഘട്ടത്തിലും 6-ാം നൂറ്റാണ്ടിലുള്ള ഒരു ഗ്രന്ഥം വെച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഈ 6-ാം നൂറ്റാണ്ടിലെ കിതാബ് എന്നുള്ളത് അവരുടെ ഒരു പ്രയോഗമാണ്. വിശുദ്ധ ഖുർആൻ അവതീർണമായത് 7-ാം നൂറ്റാണ്ടിലാണ്. ക്രിസ്തബ്ദം 609 അല്ലെങ്കിൽ 10 ആ കാലഘട്ടത്തിലാണ് അവതീർണമായി തുടങ്ങുന്നത്. എന്നിട്ട് അവർ പറയും, അല്ലെങ്കിൽ അവരുടെ പ്രചരണം കേട്ട് നമ്മളും ഒരുപക്ഷെ ചിന്തിച്ചു പോയിട്ടുണ്ടായേക്കാം, പ്രാചീന മനുഷ്യർ, മധ്യകാല മനുഷ്യർ, ആധുനിക മനുഷ്യർ, AI യുഗത്തിലെ മനുഷ്യർ, ഇങ്ങനെ മനുഷ്യവംശത്തെ കുറെ സെഗ്മെന്റേഷൻ ചെയ്യും, കഷ്ണിക്കും, കത്രിക്കും, ഖണ്ഡിക്കും. എന്നിട്ട് ഒരു തെറ്റായ ഒരു സങ്കല്പം അവർ സ്ഥാപിക്കും. ഈ ഭാഗം നിങ്ങൾ കുറച്ച് ആഴത്തിൽ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ്. എന്താണ് അവർ ആക്കിക്കൂട്ടി വെക്കുക? നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർ കുറച്ച് ഉന്നതന്മാരായ മനുഷ്യന്മാരാണ്. ഇസ്ലാമും ആധുനികതയും അല്ലെങ്കിൽ ഇസ്ലാമും നാസ്തികതയും വേറിട്ട് നിൽക്കുന്ന അടിസ്ഥാനപരമായ സാമൂഹികമായ ഒരു തലം ഞാൻ ഇനി പറയുന്നതാണ്. ആധുനികതയും നാസ്തികതയും ഒക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു കൺസെപ്റ്റ്, ഇന്ന് ജീവിക്കുന്ന നാം ഈ സമൂഹം ആദ്യകാലക്കാരായ സമൂഹത്തെക്കാൾ മേന്മയുള്ളവരാണ്, മികച്ചവരാണ്, വികസിച്ചവരാണ് എന്നുള്ളതാണ്. അവരെ വിശ്വാസപ്രകാരം ബേക്കിലേക്ക് പോകുന്തോറും മനുഷ്യർ പഴകിയവരും പോരാത്തവരും അപൂർണരുമാണ്. അതുകൊണ്ടാണ് അവരെന്ത് പറയുന്നത്? 2000 കൊല്ലം മുമ്പുള്ള വിശ്വാസം, 1500 കൊല്ലം മുമ്പുള്ള വിശ്വാസം ഇപ്പൊ മോശമല്ലേ? എന്നാൽ ഇസ്ലാമിന്റെ സങ്കല്പമോ? ഇസ്ലാമിന്റെ സങ്കല്പം നേരെ എതിരാണ്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. നാം അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ മൻഹജ് അക്ഷരാർത്ഥത്തിൽ ഇതാണ്. ഏറ്റവും നല്ല കാലഘട്ടം എൻ്റെ കാലമാണ്, പിന്നീട് അതിനോടടുത്ത കാലഘട്ടമാണ്, അതിൽ പിന്നെ നല്ല കാലം, അതിന്റെ ശേഷകാലമാണ്, അതിൽ പിന്നെ നല്ല കാലം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് നമ്മൾ അങ്ങനെ ഒരു കൺസെപ്റ്റിനെ അംഗീകരിക്കുന്നത്? അടിസ്ഥാനപരമായി ഫ്രം ദ ഫസ്റ്റ് ഹോമോസാപ്പിയൻ ടു ദ ലാസ്റ്റ് ഹോമോസാപ്പിയൻ, ആദം അലൈഹിസ്സലാം മുതൽ അവസാന മനുഷ്യൻ വരെയുള്ള മനുഷ്യരെല്ലാം ആവശ്യങ്ങളുടെ കാര്യത്തിലും മനോഭാവത്തിന്റെ കാര്യത്തിലും മാനുഷികമായ വികാര വിചാര സംബന്ധിയായ സകല വിഷയങ്ങളിലും ഒരുപോലെയാണ്. മനുഷ്യന്മാര് വേറെ വേറെയാകുന്നില്ല ഒരു കാലത്തും. 12,000 അല്ലെങ്കിൽ 10,000 അല്ലെങ്കിൽ 8,000 കൊല്ലം മുമ്പ് എന്താണോ മനുഷ്യന്മാർ, ആ മനുഷ്യന്മാരുടെ അതേ മനോഭാവവും ആലോചനയും വികാര വിചാരങ്ങളും തന്നെയാണ് ഇന്നും. എന്തേ പിന്നെ മാറുന്നുള്ളൂ? ഉപകരണങ്ങളും ഉപായങ്ങളും മാത്രമേ മാറുന്നുള്ളൂ. ആ കാലഘട്ടക്കാരെ ചിരിപ്പിച്ച സകലതും ഇന്ന് നമ്മളെയും ചിരിപ്പിക്കും. നമ്മളെ ഇന്ന് കരയിപ്പിക്കുന്ന സകല സീനുകളും അവരെയും കരയിപ്പിച്ചിരിക്കും. അവർ കണ്ടിരുന്നുവെങ്കിൽ, അനുഭവിച്ചിരുന്നുവെങ്കിൽ. ഇസ്ലാമിന്റെ അല്ലെങ്കിൽ സെമിറ്റിക് മതസങ്കല്പ പ്രകാരം ലോകത്ത് ആദ്യത്തെ കൊലപാതകം പെണ്ണിന് വേണ്ടിയായിരുന്നു. കാമം മൂലം കനകം മൂലം പാരിൽ കലഹം സുലഭം എന്നാണ് ഉറൂബ് കുട്ടിക്കൃഷ്ണപിള്ള നമ്മുടെ കാലഘട്ടത്തിൽ നോവൽ എഴുതിയത്. അന്നും കാമവും കനകവും യുദ്ധവും മദ്യവും മദിരാക്ഷിയും ഒക്കെയായിരുന്നു പ്രമേയം. ഇന്നും മാറുന്നൊന്നുമില്ല. എണ്ണി പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർക്കാൻ പ്രയാസമാണെങ്കിലും
മനുഷ്യന്, ഞാനിത് പറയുന്നത് ഇതൊരു പ്രധാന ഒരു മർമ്മമായത് കൊണ്ടാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. എന്നും ഈ ഖുർആൻ മതി, ഇത് സംരക്ഷിക്കുമെന്ന് ഖുർആൻ പറയാൻ കാരണം ഇത് മതിയായത് കൊണ്ടാണ്. എന്ത്? മനുഷ്യനാകെയുള്ളത് 12 ആവശ്യങ്ങളാണ്. AI യുഗത്തിലുള്ള മനുഷ്യൻ നമ്മൾ മുതൽ പിറകിലോട്ട് കാളവണ്ടി കഴുതവണ്ടി യുഗത്തിലെ മനുഷ്യൻ വരെ എണ്ണിയാൽ 12 അല്ലാത്ത 13ാമത്തെ ആവശ്യം പറയുക സാധ്യമല്ല. എന്താണ് 12 ആവശ്യം? മാറ്റിവെക്കാൻ പറ്റായ്മയുടെ തീവ്രതയനുസരിച്ചുകൊണ്ട് മനുഷ്യന്റെ ദ പ്രൈം ഫണ്ടമെന്റൽ നീഡ് ഓഫ് ഹോമോ സാപ്പിയൻസ് ഗെറ്റിംഗ് എ സൗണ്ട് സ്ലീപ്പ്, വൃത്തിക്കൊരു ഉറക്കം കിട്ടുക എന്നുള്ളതാണ് മനുഷ്യന്റെ 1ാമത്തെ ആവശ്യം. ഉറക്കം കിട്ടുക. 2ാമത്തെ ആവശ്യം മൂത്രമൊഴിക്കുക. 3ാമത്തെ ആവശ്യം വെള്ളം കുടിക്കുക. 4 വിസർജിക്കുക. 5 ഭക്ഷണം കഴിക്കുക. വെള്ളം കുടിക്കലല്ലേ പ്രധാനം, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ നമുക്ക് തോന്നും. പക്ഷേ ഉറക്കം വന്നാൽ മാറ്റിവെക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ചർച്ച പോലും പ്രസക്തമല്ല. ഉറങ്ങിപ്പോകും. ദാഹിച്ചാൽ ചിലപ്പോ ഇമ്മ്യൂണിറ്റി പവർ പോലെ 2 ആഴ്ച അതിലേറെയോ വെള്ളം കുടിക്കാതെ നിൽക്കാം. മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ ഒരു പരിമിതിയുണ്ട്, ഒരു പരിധിയുണ്ട്. അതിനകം ഒഴിച്ചിരിക്കണം, അല്ലെങ്കിൽ ഒഴിച്ചു പോകും. 2 മൂത്രമൊഴിക്കൽ, 3 വെള്ളം കുടിക്കൽ. ഭക്ഷണം കഴിക്കാതെ കുറെ കാലം പിടിച്ചു നിൽക്കാം. അതുകൊണ്ടാണ് 4ാമത്തേതായത് വിസർജിക്കൽ. വിശന്നാൽ നീട്ടിവെക്കാം, പക്ഷേ വിസർജന ടെൻഡൻസി ഉണ്ടായാൽ സാധ്യമല്ല. 4 വിസർജനമാണ്, 5 ഭക്ഷണം കഴിക്കലാണ്. ഞാൻ അത് എണ്ണി പറഞ്ഞ് നേരം കളയുകയല്ല. 6 പ്രായമായവർക്കും കുട്ടികൾക്കും, മേജർ ആൻഡ് മൈനർ. ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും അഭയം നേടാൻ വസ്ത്രം ധരിക്കലാണ്. അതേസമയം മിഡിൽ ക്ലാസ് ആണെങ്കിൽ, മിഡിൽ ക്ലാസ് മീൻസ് ഏജ്, മധ്യകാലഘട്ടമാണെങ്കിൽ ലൈംഗികതയാണ്. ഇപ്പൊ 6, 7 അങ്ങനെ പോയി. 8ാമത്തേത് പാർപ്പിടമാണ്. അത് വീടാകാം, കൂടാകാം, കൊട്ടാരമാകാം, റെയിൽവേ പുറമ്പോക്കാവാം, ഒരു മരത്തിന്റെ പൊത്താകാം, പാറയുടെ മാളമാകാം, എന്തുമാകാം. തല ജയിക്കാൻ ഒരിടം. അതാണ് മനുഷ്യന്റെ 8ാമത്തെ പ്രാഥമിക ആവശ്യം. ഇതൊക്കെ ഒത്താലാണ് മനുഷ്യൻ 9ാമത്തേതിലേക്ക് തിരിയുക. വിനോദം, എന്റർടൈൻമെന്റ്. മനുഷ്യന്റെ വിനോദം 4 ഇനമാണ്. കല, കായികം, സംഗീതം, ലഹരി. 8ഉം 4ഉം 12. കല, കായികം, സംഗീതം, ലഹരി. വ്യവസ്ഥാപിത കലയാകാം, അവ്യവസ്ഥാപിതമായ നാച്ചുറൽ കലയാകാം. ഒരാളെ പത്തായത്തിലിട്ട് പൂട്ടിയാൽ 2 മിനിറ്റ് കൊണ്ട് മാന്താൻ തുടങ്ങും, ടപ്പേ ടപ്പേ അടിക്കാൻ തുടങ്ങും. അത് ഉള്ളിലുള്ള ഇന്നേറ്റീവ് ആയിട്ടുള്ള ആർട്ട് സെൻസാണ്. കായികം വ്യവസ്ഥാപിതമായ ഗെയിമാകാം, സ്പോർട്സ് ആകാം, എന്തുമാകാം. അവ്യവസ്ഥാപിതമായതാകാം. ഒരാളെ കൊല്ലാനുള്ള ടെൻഡൻസി പോലും ബേസിക്കലി കായികമാണ്. ഞാൻ വിശദീകരിക്കുകയല്ല. സംഗീതം, ആസ്വാദന മുകുളങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ശബ്ദവിന്യാസം, അതാണ് സംഗീതം. മറ്റൊന്ന് ലഹരി. ലഹരി എന്ന് പറഞ്ഞാൽ നാർക്കോട്ടിക് ആവാം, സിന്തറ്റിക് ആവാം. ഓരോരുത്തർക്കും ഓരോ ലഹരിയാണ്. സ്വാഭാവികമായ മനുഷ്യന്റെ മാനസികാവസ്ഥയെ തടസ്സം ചെയ്യുന്ന ദൗർബല്യങ്ങൾക്കാണ് ലഹരി എന്ന് പറയുക. ചില ദൗർബല്യങ്ങൾ പോസിറ്റീവാണ്, ചിലത് നെഗറ്റീവാണ്. ചിലർക്ക് അക്ഷര ലഹരി, ആശയ ലഹരി, ആത്മീക ലഹരി, അധികാര ലഹരി, പണലഹരി, ആൺ ലഹരി, പെൺ ലഹരി, സിൻഡ്രംസ്. അതാണ് ഈ ലഹരി. ശ്വാസം കഴിക്കുന്ന മനുഷ്യന്റെ 12 ആവശ്യങ്ങൾ ആദം അലൈഹിസ്സലാം മുതൽ അന്ത്യനാൾ വരെ ഒന്നാണ്. ഈ ആവശ്യം മാറുന്നുവെങ്കിലല്ലേ ചരിത്രകാരന്മാർ അന്നത്തേത്, മധ്യകാലഘട്ടത്തിലേത്, പിന്നത്തേത്, ഇന്നത്തേത് എന്ന് പറയേണ്ടതുള്ളൂ. എന്നും മനുഷ്യനൊന്നാണ്. പിന്നെ എന്തേ മാറുന്നത്? പിന്നെ മാറുന്നത് ഉപകരണങ്ങളും ഉപായങ്ങളുമാണ്. കാളവണ്ടിയിൽ പോയവനും, കഴുതവണ്ടിയിൽ പോയവനും, കാൽനടയായി പോയവനും മക്കൾ ഉണ്ടായപ്പോൾ സ്പേസ് എക്സിൽ ബഹിരാകാശത്തേക്ക് പോകാൻ തുടങ്ങി. ജംബോ ജെറ്റിൽ പറക്കാൻ തുടങ്ങി. ഊളിയിടുന്ന അന്തർവാഹിനികളിൽ കടൽ ആഴങ്ങൾ താണ്ടിത്തള്ളാൻ തുടങ്ങി. ബേസിക്കലി അവന്റെ ലഹരിയായ ആവശ്യമായ സഞ്ചാരം അവിടെയുണ്ട്. അത് മാറുന്നില്ല. ഉപകരണങ്ങളെ മാറിയിട്ടുള്ളൂ. കത്തെഴുതി ആശയങ്ങൾ കൈമാറി പഴയ കാലത്ത്. അതിനു മുമ്പ് പറക്കുന്ന പറവയുടെ കാലിൽ സന്ദേശം കെട്ടിത്തൂക്കി അതിന്റെ റെസിപ്റ്റിലേക്ക് അയച്ചു കൊടുത്തു. ഹംസവും ദമയന്തിയും ഒക്കെ നമ്മൾ ഈ നാട്ടിലുള്ള സാഹിത്യമാണല്ലോ.
അറബ് കവിതകളിലേക്ക് പോയാൽ അതിലുമുണ്ട്. പ്രാവിന്റെയും മറ്റ് പക്ഷിയുടെയും കാലിൽ കത്തെഴുതിയിട്ട് പ്രണയ പ്രേയസിയുടെ അരികിലേക്ക് പറഞ്ഞയച്ച കഥകൾ. അന്നൊക്കെ മെസ്സേജുകൾ കൈമാറുക അങ്ങനെയാണ്. പിന്നീട് കത്തുകളായി, ദൂതന്മാരെ നേരിട്ട് വിടലായി. ഇന്ന് അതിസൂക്ഷ്മമായ ടെക്നോളജി വികസിച്ചപ്പോ അത് കൈവിരൽ കൊണ്ട് നിമിഷാംശം കൊണ്ട് മെസ്സേജുകൾ കൈമാറുന്ന കാലം വന്നു. ബയോമെട്രിക് ഹ്യൂമൻ ബീയിങ് വരുമെന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രവചിക്കപ്പെടുന്ന 2050 നാം വിരൽ കൊണ്ട് പോലും പ്രസ് ചെയ്യണ്ട, തലച്ചോറ് കൊണ്ട് കരുതിയാൽ മെസ്സേജ് അവിടെ എത്തും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അല്ലാഹു അലം, അസാധ്യമല്ല. നാം മനസ്സിൽ വിചാരിക്കുന്ന കാര്യം 10,000 കിലോമീറ്റർ അപ്പുറത്തുള്ള മനുഷ്യന് അതേസമയം കിട്ടുമെന്ന് അഹ്ലുസുന്നയിൽ വിശ്വസിക്കുന്ന ആൾക്ക് മനസ്സിലാക്കൽ പ്രയാസമല്ല. ശാസ്ത്രം എത്ര മുന്നോട്ട് പോയാലും അതിൽ സത്യസന്ധമായി അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയുക അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കായിരിക്കും. അപ്പൊ ഞാൻ ചുരുക്കുകയാണ്. ടെക്നോളജി മാറുന്നുണ്ട്, ഉപകരണം മാറുന്നുണ്ട്, ഉപായം മാറുന്നുണ്ട്, മനുഷ്യൻ മാറുന്നില്ല. ഈ ടെക്നോളജിയുടെ കാലം എന്നൊക്കെ നമ്മൾ വീമ്പ് പറയല്ലോ. ഈ പറയുന്ന സകല ടെക്നോളജിയും ഇല്ലാതാകാൻ, ഈ ലോകം റിവേഴ്സ് ഗിയറിൽ സഞ്ചരിക്കാൻ അരമിനിറ്റിന്റെ സമയം ആവശ്യമുണ്ടോ? 2018 കേരളത്തിൽ പ്രളയമുണ്ടായി. എന്തേ സംഭവിച്ചത്? വേണ്ട, പഴയ കഥയൊന്നും ഓർക്കണ്ട. നാം നിൽക്കുന്ന ഈ നിമിഷത്തിൽ 24 മണിക്കൂർ നിലക്കാതെ മഴ പെയ്താൽ കറണ്ട് ഉണ്ടാകുമോ? ഒരു വേൾഡ് വാർ സംഭവിക്കുകയാണെങ്കിൽ ടെക്നോളജി ഉണ്ടാകുമോ? ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന അതിന്റെ റിമോട്ട് കൺട്രോളുകൾ വർക്ക് ചെയ്യുക എയറിലായിരിക്കും, സ്പേസിലായിരിക്കും. സ്റ്റാർ വാർ ആണ് സംഭവിക്കുക. എല്ലാ ടെക്നോളജിയും കണ്ണു ചിമ്മും. വിമാനങ്ങൾ, റഡാർ സംവിധാനങ്ങൾ സിഗ്നലുകൾ ലഭിക്കാതെ വായുവിൽ വട്ടമിട്ട് പറക്കും, ലാൻഡ് ചെയ്യാൻ കഴിയില്ല. മിസൈലുകൾ പൊട്ടിത്തെറിച്ച് ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക വിക്ഷേപിച്ച അണുബോംബിനേക്കാൾ വീര്യമുള്ള ബോംബുകളാണ് ഇസ്രായേൽ ഗാസയിൽ പോലും ഇട്ടത്. ഭൂമിയെ മുഴുവനും കരിക്കാനുള്ള ആയുധങ്ങൾ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഒളിപ്പിച്ചും ഒളിപ്പിക്കാതെയും സൂക്ഷിക്കുന്നുണ്ട് ഇന്നും. എന്നല്ല, ഇന്ന് ഈ ഭൂമിയിലുള്ള ലോക സമാധാനം എന്ന് പറയുന്നത് എന്റെ വിഷയാവതരണത്തിന്റെ അവസാന ഭാഗമാണ്. ആശയം പ്രസവിച്ച സമാധാനമല്ല, ആയുധം പ്രസവിച്ച സമാധാനമാണ്. എന്തേ അങ്ങനെ പറയുന്നത്? ഇസ്ലാം ലോകത്ത് അധീശാധികാരം സ്ഥാപിച്ച കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സമാധാനം ആശയം പ്രസവിച്ച സമാധാനമാണ്. കരുണ കാണിക്കുക, ദയ കാണിക്കുക, മോഷണം അരുത്, പിടിച്ചുപറി അരുത്, കൊലപാതകം അരുത്, പലിശ അരുത്, കുതികാലുകെട്ട് അരുത്, ചൂതാട്ടം അരുത്. എന്തുകൊണ്ട്? അല്ലാഹു ഉണ്ട് മുകളിൽ, പരലോകമുണ്ട് നാളെ. പക്ഷെ ഇന്നത്തെ സമാധാനമോ? ലോക വരും രാജ്യങ്ങൾക്ക് പരസ്പരം പേടി. മലയാളത്തിൽ പറഞ്ഞാൽ അമേരിക്കക്ക് പേടി. ചൈന അണുബോംബിട്ടേക്കുമോ? കൊറിയ അണുബോംബിട്ടേക്കുമോ? കൊറിയക്കും ചൈനക്കും പേടി, ബ്രിട്ടനും അമേരിക്കയും അത് പ്രയോഗിച്ചേക്കുമോ? വലതുപക്ഷ രാജ്യങ്ങൾക്ക് ഇടതുപക്ഷ രാജ്യങ്ങളെ പേടി, ഇടതുപക്ഷ രാജ്യങ്ങൾക്ക് വലതുപക്ഷ രാജ്യങ്ങളെ പേടി. ഞാൻ പക്ഷം പറയുകയല്ല, ഇതാണ് ഫാക്ട്. പരസ്പരം ആയുധങ്ങൾക്ക് വേണ്ടി, ആയുധ നിർമ്മിതിക്ക് വേണ്ടി റവന്യൂ വരുമാനത്തിന്റെ 3/2 എന്തുകൊണ്ട് പ്രയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, ആയുധമുണ്ടാക്കിയാലേ സമാധാനമുണ്ടാകൂ എന്ന ആശയപരമായ ദാരിദ്ര്യത്തിലേക്ക് 21ാം നൂറ്റാണ്ട് ഇകഴ്ന്നു വന്നു, അതപ്പതിച്ചു വന്നു. അവിടെയാണ് സൂഫി നഗരങ്ങൾ ലോക ചരിത്രത്തിലുണ്ട്. ഒരു പോലീസും പട്ടാളവും ഇല്ലാതെ 10,000ങ്ങളും ലക്ഷങ്ങളും താമസിച്ചു പോയ നഗരങ്ങളെ സ്വച്ഛന്ദ സുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോയ ആശയം ഇസ്ലാമിലെ സൂഫി സംസ്കാരമാണ്. തെരീം ഉദാഹരിക്കപ്പെടാറുണ്ട്, ഫസ് ഉദാഹരിക്കപ്പെടാറുണ്ട്. എന്തിനാണ് തമിഴ്നാട്ടിലെ കായൽ പട്ടണം പോലും ഉദാഹരിക്കപ്പെടാറുണ്ട്. ബഗ്ദാദ് ഒരു കാലഘട്ടത്തിൽ ഉദാഹരിക്കപ്പെട്ടു. ഈ സൂഫി കൾച്ചർ നാളെ തിരിച്ചു വരും. ആ കാലഘട്ടത്തിൽ ഏദൻ മുതൽ ഈല വരെ ഒരു പെണ്ണിന് മഹ്റം പോലുമില്ലാതെ നിർഭയായി സഞ്ചരിക്കാൻ കഴിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മനോഹാരിതയെ കാൽപ്പനികമായി അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ചെന്നായയും ആട്ടിൻകുട്ടിയും
ഒറ്റ ഭക്ഷണം ഒന്നിച്ചു കഴിക്കുന്ന കാലം വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാമൂഹികമായ നിർഭയത്വം. ഇപ്പൊ ഞാൻ ചുരുക്കുന്നു, ഇതൊരു പഴയ തത്വശാസ്ത്രമല്ല, ഇത് ഇനിയും വികസിക്കാനുള്ള തത്വശാസ്ത്രമാണ്. ഇന്ന് റെലവൻ്റ് ആണ് എന്നല്ല നമ്മൾ പറയുന്നത്. ഈ ഭൂമിക്ക്, മനുഷ്യ സാമൂഹിക സംവിധാനങ്ങൾക്ക് 12,000 കൊല്ലങ്ങൾ ഭാവിയുണ്ടെങ്കിലും അനുനിമിഷ വികസ്വരമായ തെളിച്ചവും വെളിച്ചവുമാണ് ഈ പരിശുദ്ധമായ ഇസ്ലാമിനുള്ളത്. യുരീദൂന അൻ യുത്ഫിഊ നൂറല്ലാഹ്. പക്ഷേ എന്നും അപവാദകർ ഉണ്ടാകും, ഊതിക്കെടുത്താൻ ശ്രമിക്കും, കിംവദന്തികൾ പ്രചരിപ്പിക്കും. പക്ഷേ അന്നും പ്രചരിപ്പിച്ചു, ഇന്നും പ്രചരിപ്പിക്കുന്നു, ഇത് മറയില്ല. വലാകിൻ യഅബല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹ. അള്ളാഹു കൊളുത്തിയ ഈ ദീപാങ്കുര പ്രകാശം അതിന്റെ പൂർണ്ണതയിലേക്ക് അള്ളാഹു തന്നെ എത്തിക്കും. മിഥ്യാപവാദത്താൽ മറഞ്ഞു. വള്ളത്തോൾ ഒരു കവിതയും. ഞാൻ ഇത് വെറുതെ ഒരഴകിന് പാടുന്നതല്ല. ഇന്ന് ഇസ്ലാമിനെ കേരളത്തിന്റെ സോഷ്യൽ മീഡിയ പരിസരങ്ങളിൽ പ്രവാചകനെ വിമർശിക്കുന്ന നബിയെ ഒരു പ്രവാചക ജീവചരിത്രം പറയുന്ന പുസ്തകം പോലും വായിക്കാതെ, ഇസ്ലാമിനെ ആധികാരികമായി വിശദീകരിക്കുന്ന ഇസ്ലാമിന്റെ ഒരു തത്വശാസ്ത്ര കിതാബ് പോലും എന്ന് ഞാൻ പറയുന്നില്ല, ഒരു സെക്കുലർ കോണ്ടെക്സ്റ്റിൽ എഴുതപ്പെട്ട ഒരു പുസ്തകം പോലും വായിക്കാതെ മില്യൺ കണക്കിന് മനുഷ്യരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തത്വസംഹിതക്കെതിരെ നിഴലിനെതിരെ നിർവഹിക്കുന്ന പോലെ കാടടച്ച് വെക്കുന്ന സോഷ്യൽ മീഡിയയിലെ എല്ലാ ഉള്ളിത്തോലുകൾക്കും വള്ളത്തോളന്നേ മറുപടി പറഞ്ഞു എന്ന് പറയാനാണ്. മിഥ്യാപവാദം കൊണ്ട് തകരില്ലെന്ന്. മിഥ്യാപവാദത്താൽ മറഞ്ഞു സത്യമവിദ്യതൻ വിബോധം. വിജ്ഞാനഗർഭം തിരുമൗലി തൊട്ടു സന്മാർഗ സഞ്ചാരി പദം വരയ്ക്കും. പാംസുൽക്കരം പറ്റിയ പുണ്യമാനെ പാർത്തങ്ങു തമ്മാടികൾ കൂകിയാർത്തു. അയ്യയ്യ മൺകൊണ്ട അഭിശപ്തനായല്ലോ മതസാർവഭൗമൻ. അടുത്ത വരി എന്താ വള്ളത്തോൾ പറയുന്നത്? മുഴക്കിയിടുവീൻ ഹേ ജയശബ്ദമെങ്ങും വാഴട്ടെ ഇസ്ലാം തിരുമേനി നീണാൾ. ഇസ്ലാമിന്റെ ഈ മഹാ തിരുമേനി എന്നും എവിടെയും വീഴാതെ വാഴട്ടെ. അതിന്റെ അറബിയല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മലയാളത്തിന്റെ ബുദ്ധിജീവികളുടെ ഗതകാല ചരിത്രം.